നമ്മൾ നേരത്തെ പഠിച്ച ഡെപ്ത്ത് ഫസ്റ്റും ബ്രെഡ്ത്ത് ഫസ്റ്റും ഞാൻ പറഞ്ഞു ബ്ലൈൻഡ് സെർച്ച് ടെക്നിക് അല്ലെങ്കിൽ അൺഇൻഫോംഡ് സെർച്ച് ടെക്നിക്കാണ്. ഇത് രണ്ടുമല്ലാതെ പിന്നെയുള്ള അൺഇൻഫോംഡ് സെർച്ച് ടെക്നിക്കാണ് ഡെപ്ത്ത് ഫസ്റ്റ് ഇറ്ററേറ്റീവ് ഡീപ്പണിംഗ് സെർച്ചും ബൈ ഡയറക്ഷണൽ സെർച്ചും. അതിൽ ഡെപ്ത്ത് ഫസ്റ്റ് ഇറ്ററേറ്റീവ് ഡീപ്പണിംഗ് സെർച്ച് എന്ന് പറഞ്ഞാൽ റെപ്പറ്റേറ്റീവ് ഡെപ്ത്ത് ഫസ്റ്റ് സെർച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യം ഡെപ്ത്ത് ലെവൽ 1 വരെ എന്നാൽ തൊട്ട് താഴെയുള്ള എല്ലാ എലമെൻറ്റ്സും സെർച്ച് ചെയ്യും. എന്നിട്ട് ഉത്തരം കിട്ടുമോ നോക്കും. ഇല്ലെങ്കിലോ ആ ഫസ്റ്റ് ലെവലിലെല്ലാം മാറ്റിയിട്ട് പിന്നെന്ത് ചെയ്യും, രണ്ടാമത് ഡെപ്ത്ത് ലെവൽ 2 വരെയുള്ള എല്ലാ എലമെൻറ്റ്സും സെർച്ച് ചെയ്യും. അപ്പോഴും ഗോള് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ നോട്ട്സ് എല്ലാം ഡിസ്കാർഡ് ചെയ്തിട്ട് പിന്നെ അടുത്ത ഡെപ്ത്ത് ലെവൽ 3 വരെ ഉള്ളതെല്ലാം സെർച്ച് ചെയ്യും. അപ്പോൾ ഒരു ഗോൾ നോഡ് എത്തുന്നത് വരെ അല്ലെങ്കിൽ മാക്സിമം ഡെപ്ത്ത് എത്തുന്നവരെ എന്ത് ചെയ്യും, ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അതിനെയാണ് ഡെപ്ത്ത് ഫസ്റ്റ് ഇറ്ററേറ്റീവ് ഡീപ്പനിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം അതൊരു ഡെപ്ത്ത് ലിമിറ്റഡ് സെർച്ചുമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ലിമിറ്റ് ഓഫ് ഡെപ്ത്ത് വാല്യൂ ഫിക്സ് ചെയ്തിട്ടും വേണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയുന്നത്, അതിനൊരു കാര്യം കൂടെ പറയാം. ടൈം ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി ഓഫ് ദ സെർച്ചിന് ഒ ബി റൈസ് ടു ഡിയും ഒ ഡിയും ആണ്. ഇനി നമുക്ക് ബൈ ഡയറക്ഷണൽ സെർച്ച് പറയാം. ബൈ ഡയറക്ഷണൽ സെർച്ച് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലത്തിന് ഒരു ഉത്തരം ഉണ്ടെന്ന് വിചാരിച്ചോ. നമുക്കൊന്നുകിൽ ഇനിഷ്യൽ നോഡിൽ നിന്ന് ഫോർവേഡ് സെർച്ചിങ് നടത്തിയ ഉത്തരത്തിലേക്ക് എത്താം, അല്ലെങ്കിലോ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഗോൾ നോഡിൽ നിന്ന് പിറകിലോട്ട് കണക്ട് ചെയ്ത് വരാം നമുക്ക്. അങ്ങനെ രണ്ട് ഡയറക്ഷനിൽ സെർച്ച് ചെയ്യാൻ പറ്റിയാൽ അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ബൈ ഡയറക്ഷണൽ സെർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടൈം സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഒ ബി റൈസ് ടു d/2 ആണ്. വെൻ ദ നോഡ് മാച്ചിങ് ഈസ് ഡൺ ഇൻ കോൺസ്റ്റൻറ്റ് ടൈം പെർ മോഡ്. പിന്നെ നമ്പർ ഓഫ് നോഡ്സ് ടു ബി സെർച്ച് യൂസിങ് ബ്ലൈൻഡ് സെർച്ച് മെത്തേഡ്സ് ഡിസ്ക്രൈബ്ഡ് എബോവ് ഇൻക്രീസസ് ആസ് b റൈസ് ടു d വിത്ത് ഡെപ്ത്ത് d. സച്ച് പ്രോബ്ലംസ് ബിക്കംസ് ഇൻട്രാക്റ്റബിൾ ഫോർ ലാർജർ ഡെപ്ത്ത്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സെർച്ച് മെത്തേഡിലൊക്കെ എന്ത് പറ്റും, വലിയ ഡെപ്ത്തിൽ പോവേണ്ടി വന്നാൽ എന്ത് പറ്റും, ഇൻട്രാക്കബിൾ ആവും. നമുക്ക് ചിലപ്പോൾ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റില്ല. ഓക്കെ, ഇനി ചില മെത്തേഡ്സ് ഉണ്ട് നോളജും കൂടെ ഉപയോഗിക്കുന്ന. അതിന് ഞാൻ പറഞ്ഞു ഇൻഫോംഡ് സെർച്ച് മെത്തേഡ് എന്ന് പറയും. അതാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ്സ്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ അൺഇൻഫോംഡ് മെത്തേഡിൻ്റെ 2 എക്സാമ്പിൾസാണ് ഈ ഡെപ്ത്ത് ഫസ്റ്റ് ഇറ്ററേറ്റീവ് ഡീപ്പനിങ് സെർച്ചും ബൈ ഡയറക്ഷണൽ സെർച്ചും. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് അൺഇൻഫോംഡ് അല്ലെങ്കിൽ ബ്ലൈൻഡ് മെത്തേഡ്സ്? ഡെപ്ത്ത് ഫസ്റ്റ് മെത്തേഡ്, ബ്രെഡ്ത്ത് ഫസ്റ്റ് മെത്തേഡ്, പിന്നെ എന്തൊക്കെയുണ്ട്, ഡെപ്ത്ത് ഫസ്റ്റ് ഇറ്ററേറ്റീവ് ഡീപ്പനിങ് സെർച്ചും ബൈ ഡയറക്ഷണൽ സെർച്ചും. ഇതിൽ ഡെപ്ത്ത് ഫസ്റ്റിന് ഞാൻ നിങ്ങൾക്ക് പറയാൻ നേരത്തെ വിട്ടുപോകാൻ, ടൈം കോംപ്ലക്സിറ്റി ഓഫ് ഡെപ്ത്ത് ഫസ്റ്റ് ട്രീ എന്ന് പറയുന്നത് ഓർ ഒ ഓഫ് ബി റൈസ് ടു ഡി ആണ്. ഇനി സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഒ ഓഫ് ഡി ആണ്. അതുപോലെ ബ്രെഡ്ത്ത് ഫസ്റ്റിൻ്റെയും ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഒ ഓഫ് ബി റൈസ് ടു ഡി ആണ്. എന്ന് പറഞ്ഞാൽ നമ്പർ എന്താണ് ടൈം കോംപ്ലക്സിറ്റി എങ്ങനെയാണ് ചെയ്യുന്നത് അവിടെ, നോട്ടിങ് ദറ്റ് ഓൾ നോട്ട്സ് അപ് ടു ദ ഫൈനൽ ഗോൾ ഓഫ് ഡി ആർ ജനറേറ്റഡ്, ദെർഫോർ ദ നമ്പർ ജനറേറ്റഡ് ഇസ് ബി പ്ലസ് ബി സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു ബി റൈസ് ടു ഡി എന്ന് പറഞ്ഞ് ചെയ്യും. അതാണ് ഓഫ് ബി റൈസ് ടു ഡി എന്ന് പറഞ്ഞാൽ. അടുത്ത സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഒ ഓഫ് ബി റൈസ് ടു ഡി ആണ്. കാര്യം സിൻസ് ഓൾ നോട്ട്സ് അറ്റ് എ ഗിവൺ ഡെപ്ത് മസ്റ്റ് ബി സ്റ്റോർഡ് ഇൻ ഓർഡർ ടു ജനറേറ്റ് ദ നോട്ട്സ് അറ്റ് ദ നെക്സ്റ്റ് ഡെപ്ത്. അപ്പം ബി റൈസ് ടു ഡി മൈനസ് നോട്ട്സ് സ്റ്റോർ ചെയ്യുന്ന എത്ര, ഡെപ്ത് d-d1 ടു ജനറേറ്റ് നോട്ട്സ് അറ്റ് ഡെപ്ത് d, വിച്ച് ഗേവ്സ് ദ സ്പേസ് കോംപ്ലക്സിറ്റി ഓഫ് ബി റൈസ് ടു ഡി. അപ്പോൾ സ്പേസ് കോംപ്ലക്സിറ്റിയും ടൈം കോംപ്ലക്സിറ്റിയും ചിലപ്പോൾ എഴുതാൻ അതും കൂടെ ആ ഒരു പോയിൻ്റ് കൂടെ നിങ്ങൾക്ക് എല്ലാത്തിനും കൂടെ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് അപ്പം നമ്മൾ അൺഇൻഫോംഡ് അല്ലെങ്കിൽ ബ്ലൈൻഡ് ടെക്നിക്സ് എല്ലാം പറഞ്ഞു. ഇൻഫോംഡ് സെർച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഹ്യൂറിസ്റ്റിക് മെത്തേഡ്സാണ്. നമ്മൾ വിശാലമായിട്ട് ഹിൻഡ് ക്ലൈംബിംഗ്, ജനറേറ്റ് ആൻഡ് ടെസ്റ്റ് എല്ലാം പഠിച്ചു. ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് പഠിച്ചു. ഇനി അത് നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു സംഭവം ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് സെർച്ചാണ്. അത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റിൽ നിന്ന് രണ്ടാമത്തെ ഒരു സ്റ്റേറ്റിലോട്ട് എത്താൻ ഒന്നിൽ കൂടുതൽ പാത്തുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒരു സെർച്ച് മെത്തേഡ് എന്താണ് ചെയ്യേണ്ടത്, അതിൽ ഷോർട്ടസ്റ്റ് പാത്ത് സെലക്ട് ചെയ്യും. ആ ഒരു കണ്ടീഷനാണ് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് സെർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച് ഏതാണ്, ഒപ്റ്റിമൽ സെർച്ച് ആൻഡ് A* അൽഗോരിതം എന്ന് പറഞ്ഞ് ബെസ്റ്റ് സെർച്ചിൻ്റെ വേറൊരു വേർഷനാണ്. സ്പെഷ്യലൈസേഷൻ ഓഫ് ബെസ്റ്റ് ഫസ്റ്റ് സെർച്ചിൻ്റെ ഒരു സംഭവമാണെന്ന് പഠിച്ചു. അതിൽ തന്നെ അതിന് ചില ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഹ്യൂറിസ്റ്റിക് സെർച്ചിലുള്ള ചില ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് അവിടെ പറയുന്നത്. അഡ്മിസിബിലിറ്റി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അൽഗോരിതം ഒരു സെർച്ച് പ്രോസസ്സ് അഡ്മിസിബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, അതൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ റിട്ടേൺ ചെയ്യണം. പിന്നെ കംപ്ലീറ്റ്നെസ് കണ്ടീഷൻ, ഒരു പോയിന്റിൽ അത് എപ്പോഴെങ്കിലും നിൽക്കണം, സ്റ്റോപ്പ് ചെയ്യണം, എന്നാലാണ് ആ അൽഗോരിതം കമ്പ്യൂട്ടറിന് അക്സെപ്റ്റബിൾ ആണ്. പിന്നെ ഡോമിനൻസ് പ്രോപ്പർട്ടി, 2 അൽഗോരിതം തന്നിട്ടുണ്ട്. അതിൽ ഒന്നിൻ്റെ ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ മറ്റേതിനെക്കാട്ടി ബെറ്റർ ആണ് അല്ലെങ്കിൽ ലാർജ് ആണെന്നുണ്ടെങ്കിൽ എന്ത് പറയാം,
A1 എന്ന് പറയുന്നത് മോർ ഇൻഫോംഡ് ദാൻ A2 എന്ന് പറയും. അപ്പോൾ A1 ഈസ് സെറ്റ് ടു ഡോമിനേറ്റ് A2 എന്ന് പറയും. അടുത്ത ഒപ്റ്റിമാലിറ്റി പ്രോപ്പർട്ടി. അൽഗോരിതം A ഈസ് ഒപ്റ്റിമൽ ഓവർ എ ക്ലാസ് ഓഫ് അൽഗോരിതം ഇഫ് A ഡോമിനേറ്റ്സ് ഓൾ മെമ്പേഴ്സ് ഓഫ് ദ ക്ലാസ് എന്ന് പറഞ്ഞാൽ A ആണ് ഏറ്റവും ബെറ്റർ എങ്കിൽ നമ്മൾ എന്ത് പറയും, അതാണ് ഒപ്റ്റിമൽ അൽഗോരിതം എന്ന് പറയും. ഓക്കെ. പിന്നെ ഇറ്ററേറ്റീവ് ഡീപ്പനിങ് A സ്റ്റാറും പറയുന്നുണ്ട്. അതിൽ പറയുന്നത് ബൈ കമ്പൈനിങ് എ ഹ്യൂറിസ്റ്റിക് വാല്യൂഷൻ ഫംഗ്ഷൻ വിത്ത് എ മോഡിഫൈഡ് വെർഷൻ ഓഫ് ദ ഇറ്ററേറ്റീവ് ഡീപ്പനിങ് സെർച്ച് മെത്തേഡ്, ഇറ്ററേറ്റീവ് ഡീപ്പനിങ് A സ്റ്റാർ എന്നുള്ള ഒരു ഇറ്ററേറ്റീവ് ഡീപ്പനിങ് മെത്തേഡുമായിട്ട് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷനെ ഇറ്ററേറ്റീവ് ഡീപ്പനിങ് A സ്റ്റാർ IDA സ്റ്റാർ പറയും. IDA സ്റ്റാർ എന്ത് ചെയ്യും, ഡെപ്ത് സെർച്ച് അറ്റ് ഈസ്റ്റ് ഇറ്ററേഷൻ ചെയ്യും, എന്നിട്ട് എലിമിനേറ്റ്സ് ഓർ ട്രിംസ് ഓൾ ബ്രാഞ്ചസ് ഹൂസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് G സ്റ്റാർ പ്ലസ് S സ്റ്റാർ എക്സീഡ് എ ഗിവൺ ത്രെഷോൾഡ് എന്ന് പറയും. ഓക്കെ. പിന്നെ സെർച്ചിങ് ആൻഡ് ഓർ ഗ്രാഫ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. ആൻഡ് ഓർ ഗ്രാഫ്സ് എന്താണെന്നുള്ളത് പ്രോബ്ലം റിഡക്ഷൻ ഗ്രാഫ്സ് ആണ്. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അതിന് AO സ്റ്റാർ അൽഗോരിതമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പം ഒരുവിധം നമ്മൾ എല്ലാ സെർച്ച് ടെക്നിക്സും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ദയവായി നന്നായിട്ട് പഠിക്കണം.